ഭരണഘടനയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും ഉത്തമമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നത് ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന്. അതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ രാജിവെക്കേണ്ടതായ ധാർമ്മികമായ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നു. ശരി, പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആരോപിക്കാം രാഷ്ട്രീയമായി തയ്യാറാക്കിയതാണ് എന്നുള്ളതടക്കം. അത് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നു. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന്റെ പേരിൽ അദ്ദേഹം തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. അതങ്ങനെ തന്നെ കോടതി ഇപ്പോൾ റദ്ദു ചെയ്യുകയാണ്. തുടരന്വേഷണം വേണമെന്ന് പറയുകയാണ്. ഈ ധാർമ്മികതാ പ്രശ്നത്തിന് രണ്ടു തരം തലങ്ങളുണ്ടോ? ഒരിക്കൽ ബാധകമാവുകയും പിന്നീട് ബാധകമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മധു, ഏത് സാഹചര്യത്തിലാണോ അദ്ദേഹത്തിൻ്റെ രാജി അനിവാര്യമായി വന്നത്, ആ ധാർമ്മികത ചൂണ്ടിക്കാട്ടി അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിന്നത്, അതേ സാഹചര്യം തന്നെ ഒരു ജുഡീഷ്യൽ സർട്ടിഫിക്കറ്റോടുകൂടി ജുഡീഷ്യൽ റിവ്യൂ അധികാരമുള്ള കേരളത്തിൻ്റെ ഭരണഘടനാ കോടതിയുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രഥമ ദൃഷ്ടിയ അവിടെ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നും ഭരണഘടനയ്ക്ക് അവമതിപ്പുളവാക്കി എന്നതിനെക്കുറിച്ചൊരു ചർച്ച പോലും ആവശ്യമില്ല എന്നും പരാമർശിക്കുന്ന ഒരു വിധിന്യായത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ കുറ്റാരോപിതനായി നിൽക്കുന്ന മന്ത്രി ശ്രീ സജി ചെറിയാൻ അധികാരത്തിൽ നിന്നും വീണ്ടും മാറി നിൽക്കണമോ എന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ആരോപണം മാത്രമായിരുന്നു. മാജിസ്ട്രേറ്റ് കേസെടുക്കാൻ ഒരു ഡയറക്ഷൻ കൊടുക്കുകയും അങ്ങനെ കേസെടുത്ത് ഒരു സമ്പൂർണ്ണമല്ലാത്ത ഒരു അന്വേഷണം നടത്തി ഒരു വെള്ളപൂശൽ അന്വേഷണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ അറിയാം. പാർട്ടി സമ്മേളനത്തിൽ പരിപാടി കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, അവമതിപ്പുണ്ടാക്കിയോ? ഈ നിയമത്തിനെക്കുറിച്ചോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ ഒക്കെ അറിയാവുന്നവരായിരുന്നുവെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ അവമതിപ്പുണ്ടാക്കിയില്ല എന്നൊരു മറുപടി തരില്ലായിരുന്നു. അവിടെ നിന്ന മാധ്യമപ്രവർത്തകർ, അതായത് മറ്റ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അവരുടെ ഒന്നും തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ, അവരോടൊന്നും തന്നെ ചോദിക്കാതെ ഇത്തരത്തിൽ ഒഫൻസ് ഇല്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് വരെ അതൊരു ആരോപണമായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു മാജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ്റെ പ്രകാരം മാത്രം കേസെടുത്തു നിന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ വൈകി. കാരണം ഈ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ അദ്ദേഹം അധികാരത്തിൽ നിന്നും മാറി നിന്നു. അങ്ങനെ എടുത്ത കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നും ഈ നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്നും വളരെ വ്യക്തമായിട്ട് പരാമർശിച്ച ഉത്തരവിലാണ് പുനരന്വേഷണം നടത്തുവാനും ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ച് തന്നെ അന്വേഷണം പൂർത്തീകരിക്കുവാനും ഇപ്പോൾ പോലീസിൻ്റെ കരങ്ങളാൽ നടക്കുന്ന അന്വേഷണം സ്വതന്ത്രമാവില്ല എന്ന് കോടതിക്ക് ഒരു പരിധിവരെ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും എന്ന് മാത്രമല്ല DGPയുടെ സൂപ്പർവിഷനിലായിരിക്കണം ആ അന്വേഷണം പോകേണ്ടത് എന്നുമൊക്കെ നിഷ്കർഷിക്കുമ്പോൾ ഒഫൻസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഭരണഘടനയെ അവമതിച്ചിട്ടില്ല എന്നൊക്കെ ഈ വൈകിയ വേളയിൽ പറയുന്നത് തികച്ചും ബാലിശമാണ്. ഏത് കാരണത്താലാണോ അദ്ദേഹം മാറിയത് അത് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ സ്റ്റാമ്പോട് കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്റ്റാമ്പോട് കൂടിയാണ് വീണ്ടും വരുന്നത്. സജി ചെറിയാനെ കേട്ടില്ല എന്ന ഒരു കാര്യം അദ്ദേഹം അടക്കവും CPM-ഉം മൊത്തത്തിൽ പറയുന്നത്. അദ്ദേഹത്തെ കേട്ടില്ല. അപ്പോൾ കേൾക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക നീതിയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അവിടെയാണ് മധു, വളരെ ഗൗരവകരമായ വിഷയമാണ് ഇന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയും ഉന്നയിച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ ഹസ്കർ മാത്രമല്ല, അതിനു മുമ്പ് നിയമമന്ത്രിയും ഇത് ഉന്നയിച്ചിരുന്നു. നിയമമന്ത്രി ഒരു വിഷയം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമ മന്ത്രാലയത്തെ നയിക്കുന്ന ക്യാപ്റ്റനാണ് അത്തരമൊരു വലിയ ഗൗരവകരമായിട്ടുള്ള കാര്യം ഉന്നയിക്കുന്നത്. അതെല്ലാം ശരി തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ 1999 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഭഗവാൻ സമർത്ഥ ശ്രീപാദ കേസിൽ സുപ്രീം കോടതി ആശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ പറയുന്നുണ്ട്, CRPCയുടെ 173(8) വകുപ്പ് പ്രകാരം പുനരന്വേഷണത്തിന് ഉത്തരവ് പാസാക്കുന്ന മാജിസ്ട്രേറ്റ് കുറ്റാരോപിതനെ കേൾക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊടുത്ത ഒരു ഹർജിയിൽ മാജിസ്ട്രേറ്റ് എടുത്ത തീരുമാനത്തിനെ ഒരു റിട്ട് ഹർജി വഴി ചോദ്യം ചെയ്ത് ഹൈക്കോടതി അത് പരിഗണിച്ചപ്പോഴാണ് ഈ കുറ്റാരോപിതനെ കേട്ടില്ല എന്ന് പറയുമ്പോൾ മാജിസ്ട്രേറ്റ് പോലും അദ്ദേഹത്തിനെ കേൾക്കേണ്ടതായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനയുടെ 141 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ
രാജ്യത്തെ എല്ലാ കോടതികൾക്കും മാനദണ്ഡമാണ്. ദേ ആർ ബൈൻഡിങ് ഓൺ ദം. അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ടോ പുറകോട്ടോ പോകുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻസും കാഷ്വൽ ഒബ്സർവേഷൻസും എല്ലാം തന്നെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമമായി എല്ലാ കോടതികളെയും അവരുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുകയും വ്യാപ്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. ശ്രീ എം ആർ അഭിലാഷ്, ഇതൊക്കെ പരിഗണിച്ചു മുൻകാല വിധികളുടെ കാര്യത്തിലും നിയമോപദേശം തേടിയതിനു ശേഷം മാത്രം പ്രതികരിക്കേണ്ട ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് സംസ്ഥാനത്തെ നിയമമന്ത്രി എന്നിരിക്കെ. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വീണ്ടും മലയാളത്തിലാക്കുന്നതിനകത്ത് സമയ ചിലവ് ഉണ്ടാകുമല്ലോ. അങ്ങേക്ക് കേൾക്കാമോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയാണ്, ജസ്റ്റിസ് KT തോമസ് എഴുതിയ ജഡ്ജ്മെന്റ് ആണ്, വളരെ പണ്ഡിത യുക്തിയോടുകൂടി എഴുതിയ ജഡ്ജ്മെന്റ് ആണ്. 173(8) ഒന്നുമില്ല ടു സജസ്റ്റ് ദാറ്റ് കോടതി കുറ്റാരോപിതനെ കേൾക്കണം, ഫർദർ എൻക്വയറി, വീണ്ടും അന്വേഷണം തുടരാൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് കുറ്റാരോപിതനെ കേൾക്കണമെന്ന് ഒരിടത്തും 173(8) എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നില്ല. അങ്ങനെ കാസ്റ്റിംഗ് എനി സച്ച് ഒബ്ലിഗേഷൻ ഓൺ ദി കോർട്ട്, കോടതിയിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഓരോ കുറ്റാരോപിതനെയും അല്ലെങ്കിൽ കുറ്റാരോപിതനാകാൻ സാധ്യതയുള്ള വ്യക്തിയെയും കേട്ടിട്ട് മാത്രമേ കോടതിക്ക് അന്വേഷണം മുമ്പോട്ട് പോകണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചൊരു ഉത്തരവ് പാസ്സാക്കാൻ കഴിയൂ. അപ്പോൾ നിയമം അങ്ങനെ വ്യക്തമായി പ്രഖ്യാപിക്കാത്ത അല്ലെങ്കിൽ ആവശ്യമാക്കാത്ത ഒരു കാര്യം കോടതിയുടെ ഉത്തരവ് വഴി സാധ്യമാക്കേണ്ടതായിട്ടില്ല. മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോ ഈ 173 കേൾക്കാൻ കഴിയുന്നുണ്ടോ ഉത്തരവാദിത്വം അവിടെ സജി ചെറിയാനെയോ അതുപോലെ തന്നെ ആരൊക്കെ കുറ്റാരോപിതരാകാൻ പോകുന്നു അവരെ ഒന്നും തന്നെ കേൾക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ല.